നമസ്കാരം. പിണറായിക്ക് 8ന്റെ പണി കൊടുത്തു അയ്യപ്പൻ. അന്വേഷണ സംഘം കൂടും കുടുക്കുകയൊക്കെ എടുത്തത് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത്. CPM എപ്പോഴും തന്ത്രങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് കടന്നതിന് ശേഷം എപ്പോഴും അധികാര സോപാനങ്ങളിൽ തങ്ങൾ ഉണ്ടാകണമെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോയവരാണ്. ഓരോ 5 വർഷ കാലയളവ് ഇടവിടുമ്പോഴും കിട്ടുന്ന ആ വലിയ സുഖം, അധികാര കൊതി പക്ഷെ കഴിഞ്ഞ 10 വർഷങ്ങളോളമായി തുടർച്ചയായി ലഭിക്കുന്നു എന്നുള്ളത് വീണ്ടും ഒരു 5 വർഷം കൂടി കിട്ടുവാനുള്ള ത്വര വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അയ്യപ്പൻ കണക്കിന് പണി കൊടുത്തു. അയ്യപ്പനെ തൊട്ടപ്പോഴൊക്കെ പിണറായിക്ക് കിട്ടിയത് 8ന്റെ പണിയായിരുന്നു. നമുക്കറിയാമല്ലോ, 2016 മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലുണ്ടായ അയ്യപ്പനുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറയപ്പെടുന്ന വിവാദമുണ്ടാക്കിയപ്പോൾ അതിന് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സടകുടഞ്ഞെണീറ്റത് നമ്മൾ കണ്ടതാണ്. ആ സടകുടഞ്ഞെണീക്കല് തന്നെ ഒരു വലിയ പരാജയമായിരുന്നു. പക്ഷേ 2018, 19 കഴിഞ്ഞ് 20 കൊറോണ കാലം വന്നപ്പോഴത്തേനും കിറ്റ് കൊടുത്തും ആൾക്കാരെ കയ്യിലെടുത്തും വീണ്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞു പിണറായി വിജയൻ സർക്കാർ. പക്ഷെ അപ്പോഴും ഒരു ചിത്തിരാട്ട വിശേഷ കാലത്ത് അങ്ങ് ശബരിമലയിൽ കന്നി അയ്യപ്പന്മാർ എത്തിയില്ല എന്ന് പറഞ്ഞ് ശബരിമലയെയും അയ്യപ്പനെയും പരിഹസിച്ച സ്വരാജ് അടക്കമുള്ളവർ അന്ന് പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധേയമായി. കന്നി അയ്യപ്പന്മാരില്ലാത്ത കാലത്ത് മാളികപ്പുറത്തമ്മ വിവാഹിതയാകും. അങ്ങനെ മാളികപ്പുറത്തമ്മ വിവാഹിതയായി എന്നും അയ്യപ്പനിപ്പോൾ നിത്യബ്രഹ്മചാരിയല്ല എന്നും പറഞ്ഞ സ്വരാജിന്റെ വാദഗതികൾ അത് വിശ്വാസികളെ വല്ലാതെ പൊള്ളിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ സംശയലേശമന്യെ പറഞ്ഞ കാര്യങ്ങളെ വളരെ കൃത്യമായി വിശ്വാസികൾ എതിർത്തു എന്നുള്ളതാണ്. അതിനുശേഷം നടക്കുന്ന പല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം അടപടലം വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. CPMന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. അങ്ങനെ അയ്യപ്പനോട് കളിച്ചപ്പോഴൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അയ്യപ്പന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ അദൃശ്യമായി ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അതിപ്പോഴും സംഭവിക്കാൻ പോകും. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു 3ാം വട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കാരണക്കാരൻ ഒന്ന് അയ്യപ്പൻ തന്നെയായിരിക്കും. സ്വർണ്ണപ്പാളി വിവാദം ശബരിമലയിൽ ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ യഥാർത്ഥ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് ഒരു തരത്തിലും മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഇനി കയറി ഇറങ്ങാൻ ഒരു വഴികളുമില്ലാത്ത ഇടങ്ങളിലേക്ക് കയറുക. മന്ത്രി പുങ്കവന്മാരുടെ അവരുടെ അന്തപ്പുരങ്ങളിലടക്കം കയറി അന്വേഷണം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, സെക്രട്ടേറിയറ്റിലടക്കം വലിയ അന്വേഷണം നടത്തേണ്ട സാഹചര്യത്തിലേക്ക്. ഇനി ഈ അന്വേഷണം പൂർത്തിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരേണ്ടതുള്ളൂ. കാരണം ചെറുതും വലുതുമായിട്ടുള്ള 1-2 പാളികൾ അടിച്ചു മാറ്റിയ കഥയല്ല ഇത്. പുണ്യഭൂമി എന്ന് കരുതപ്പെടുന്ന, പരിപാവനമായി കരുതപ്പെടുന്ന പൂങ്കാവനം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ അയ്യപ്പനെയും അയ്യപ്പന്റെ സംരക്ഷണ കവചങ്ങളായിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളെയും അടക്കം അടിച്ചു മാറ്റുവാനും അമ്പലക്കൊള്ള നടത്തുവാനും ശ്രമിച്ചതിന്റെ കണക്കുകൾ തേടിയുള്ള യാത്രയാണ് ഇങ്ങ് സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ പോകുന്നത്. അതുകൂടി എത്തിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു 8-8.5 പണിയായിരിക്കും പിണറായി വിജയന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വിജയം നേടിയെടുക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗങ്ങൾ ഇനി CPMന് മുന്നിൽ അടഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. തന്ത്രങ്ങൾ ഓരോന്നായിട്ട് പാളുകയാണ്. CPM കൈവക്കുന്നതെല്ലാം തിരിച്ചടിയായി മാറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയോടുകൂടി CPM സത്യം പറഞ്ഞാൽ പരിഭ്രാന്തിയിലായിരിക്കും. ഇപ്പോൾ ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ കേട്ടത് എന്താണ്? VD സതീശനെ കൊടുക്കുവാനുള്ള സർക്കാർ അജണ്ട, അതും പാളി. അതുപോലെ സർക്കാർ തുറുപ്പ് ചീട്ടാകുമെന്ന് കരുതിയിരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, അതിദരിദ്രരില്ലാത്ത സംസ്ഥാന പ്രഖ്യാപനം, അതും ഏശിയില്ല എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. 2024, 2021 ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. CPM നയിക്കുന്ന LDFന് കനത്ത തിരിച്ചടികൾ നൽകിയ തെരഞ്ഞെടുപ്പുകളാണ് ഞാൻ ഈ പറഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ നിന്നൊരു പാഠവും CPM പഠിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഒരുക്കുന്ന അജണ്ടകൾ എന്ന് പറയുന്നത്. അധികാരം സത്യം പറഞ്ഞാൽ UDFന് ഒരു പൊൻതളികയിൽ വെച്ച് നീട്ടുന്ന തരത്തിലാണ് CPMന്റെ നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രം ഉയർത്തിക്കാട്ടി സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന് CPM കരുതിയിരുന്നുവെങ്കിലും
ജനങ്ങൾക്ക് അതൊന്നുമല്ല അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് തെളിയിച്ചതാണ് UDF-ന് മേൽക്കൈ നൽകിയ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായത് എന്നുള്ളത്. ഇപ്പോൾ എന്ത് കണ്ടാലും CPI-ന് പേടി എന്ന പോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കൊടുക്കാൻ നിയമോപദേശവും മറികടന്ന് സർക്കാർ അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ തരം താണിരിക്കുന്നു. പുനർജനി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിക്കുവാനുള്ള സർക്കാർ നീക്കം നിയമോപദേശവും വിജിലൻസ് എതിർപ്പും മറികടന്നാണ് എന്നത് കൗതുകകരമാണ് എന്നുള്ളതാണ്. VD സതീശനെതിരെ CBI അന്വേഷണത്തിന് നിയമസാധുത ഇല്ലെന്ന് സർക്കാരിന് നിയമോപദേശം അടക്കം ലഭിച്ചിരുന്നു. സംസ്ഥാനത്ത് കേസെടുക്കാത്ത ഒരു പരാതി CBI-ക്ക് കൈമാറാനാവില്ല എന്നതാണ് ഒന്നാമത്തെ നിയമ തടസ്സമായിട്ട് ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളതാണ്. FRCA നിയമത്തിന്റെ 3-ാം സെക്ഷൻ VD സതീശന് ബാധകമാവില്ല എന്ന് നിയമോപദേശത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിദേശ ഫണ്ട് സ്വീകരിച്ചാലാണ് ആ സെക്ഷൻ ബാധകമാകുന്നത്. VD സതീശന്റെ അക്കൗണ്ടിലേക്ക് വിദേശ ഫണ്ട് വന്നില്ല എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. അപ്പോൾ മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ഫണ്ട് കൈകാര്യം ചെയ്തത്. അവർക്ക് വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാൻ അനുവാദമുണ്ട്. അത് നിയമലംഘനമാണെങ്കിൽ പോലും VD സതീശൻ അതിന്റെ ഭാരവാഹി അല്ലാത്തതിനാൽ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരില്ല എന്നുള്ള നിയമോപദേശം അടക്കം ലഭിച്ചിട്ടും വീണ്ടും സതീശനെതിരെ CBI അന്വേഷണത്തിന് എന്തുകൊണ്ടാണ് ശുപാർശ ചെയ്യിക്കുന്നത്? അപ്പോൾ ആവശ്യമെങ്കിൽ CBI അന്വേഷണം ആകാമെന്ന് ശുപാർശ ചെയ്ത വിജിലൻസും പിന്നീട് സത്യം പറഞ്ഞ ഇക്കാര്യം ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതോടുകൂടിയാണ് 2025 ജനുവരി മാസം അവസാനം ലഭിച്ച ആ ശുപാർശയിൽ തുടർ നടപടി സ്വീകരിക്കാതിരുന്നത് സർക്കാർ. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഇതാ സർക്കാർ തിടുക്കപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ തെരഞ്ഞെടുപ്പിലെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. ഈ കൊള്ളാവുന്ന ചില നേതാക്കന്മാരെ ഏതെങ്കിലുമൊക്കെ ഇതുപോലുള്ള പെണ്ണ് കേസിലോ അഴിമതി കേസിലോ ഒക്കെ പെടുത്തിയാൽ പിന്നെ അവരാരും ഉയർന്നു വരില്ല എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയിലെ ഡയലോഗ് ഇതിനകത്ത് വളരെ യോജിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും ഇങ്ങനെ ആൾക്കാരെ കൊടുക്കുവാനും ഒക്കെ CPM ശ്രമിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗതികേടാണ് ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ. CPM എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാപ്പരത്തമാണിത്. അപ്പോൾ സംസ്ഥാനത്ത് UDF ഉജ്ജ്വല തിരിച്ചുവരവ് അറിയിച്ച ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടമൊക്കെ ഉണ്ടാക്കിയ പാർട്ടിയായി മാറിയത് സത്യം പറഞ്ഞാൽ ആ പാർട്ടിയിലെ മുസ്ലിം ലീഗാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ക്ഷീണം മാറ്റാനുള്ള LDF-ന്റെ ചില പ്രചാരണങ്ങളുടെ ഗുണഭോക്താവായിട്ട് മാറിയത് സത്യം പറഞ്ഞാൽ ലീഗാണ്. CPM-ഉം കോൺഗ്രസും കഴിഞ്ഞാൽ വാർഡുകളിലെ വിജയത്തിൽ സംസ്ഥാനത്ത് 3-ാമത്തെ വലിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗാണ്. വടക്കൻ ജില്ലകളിൽ UDF-ന് അടിത്തറ ഭദ്രമാക്കിയത് കൂടാതെ തെക്കൻ ജില്ലകളിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുവാൻ കൂടി പല ജില്ലകളിലും അക്കൗണ്ട് തുറക്കാൻ പോലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഇതേ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള LDF-ന്റെ തന്ത്രം പാളിയതാണ് ലീഗിന് ഇത്രയധികം സീറ്റുകൾ നേടാൻ കാരണമായത് എന്നുള്ള കണക്കുകളാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെയും കുറ്റമാരുത തന്ത്രമാരുത LDF-ന്റെ. അത് പരാജയപ്പെട്ടതുകൊണ്ട് ആർക്കാ സീറ്റുകൾ കൂടി കിട്ടിയത്? ലീഗിന്. അപ്പോൾ ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണം മറികടന്നതിനും അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യിലേക്ക് ഒഴുക്കിയ വോട്ടുകൾ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തിയിട്ടുമാണ് വെള്ളാപ്പള്ളി നടേശനെ CPM കൂട്ടുപിടിച്ചത് എന്നുള്ളതാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ എന്നത് കൂടെ നിന്നിട്ട് കുതികാല് വെട്ടുന്ന സമീപനം സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആവർത്തിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തി വരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനൊപ്പം കാറിൽ ഒരുമിച്ചൊരു യാത്ര നടത്തിയത് എന്നുള്ളതാണ്. സമീപകാലത്തായിട്ട് LDF-ലേക്ക് അടുത്തിരുന്ന മുസ്ലിം വോട്ടുകൾ അകലുന്നതിലേക്ക് ഇത്തരം സമീപനങ്ങൾ വഴിവെച്ചു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ട ജമാഅത്തെ ഇസ്ലാമി ലീഗ് ബന്ധമെന്ന ആരോപണവും വളരെ കാര്യമായി ഏശിയില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചെത്തിക്കുവാനുള്ള CPM-ന്റെ ഇത്തരം തന്ത്രങ്ങൾ അത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലെ ന്യൂനപക്ഷം ഇടതുപക്ഷത്തെ അവിശ്വസിക്കുകയും ലീഗ് മത്സരിച്ചിടത്തെല്ലാം പരമാവധി വോട്ടുകൾ ലീഗിന്റെ അക്കൗണ്ടിലേക്ക് മാറുകയും ചെയ്ത കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതേ നിലപാട് തന്നെ നിയമസഭയിലും CPM ആവർത്തിച്ചാൽ തദ്ദേശ ഫലം തന്നെയായിരിക്കും നിയമസഭയിലും പ്രതിഫലിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒളിച്ചും പാത്തും ഈ PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടത് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ദേശീയ തൊഴിൽ നയത്തിലെ ഭേദഗതി നടപ്പാക്കുവാൻ കരട് ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. കേറ്ററ്റ് നിർബന്ധമാക്കി ഉത്തരവിറക്കി അധ്യാപകരെ സമ്മർദ്ദത്തിലാക്കി നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. എയ്ഡഡ് അധ്യാപകരെ നിയമന അംഗീകാരം നൽകാതെ ഇന്നും നടത്തിക്കുന്നതെല്ലാം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം ആളിക്കത്തുന്നതായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സർക്കാർ ഇവിടെ ഈ തുറുപ്പ് ചുട്ടാകുമെന്ന് കരുതിയ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം എന്ന് എഴുതി പിടിപ്പിച്ചതും വരെ ഏശിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും CPM-ന്റെ അടവുകൾ ഓരോന്നോരോന്നായി തകർന്ന് തരിപ്പണമാവുകയും
അയ്യപ്പൻ അടക്കം പണി കൊടുക്കുകയും ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഒരു സംസ്ഥാന സർക്കാർ തരം താഴുകയും ചെയ്തു എന്നുള്ളതാണ്. ആ അന്വേഷണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദം, ശബരിമല വിവാദം അടക്കമുള്ള അന്വേഷണങ്ങൾ അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ പടിവാതിൽക്കൽ വരെ എത്തിച്ചേരുമ്പോൾ കുടുങ്ങാൻ പോകുന്നത് ഇനിയുമുണ്ട് ഇതിനകത്തെ മഹാരഥന്മാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ മഹാരഥന്മാർ മുൻ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിയോ അടക്കമുള്ളവരായേക്കാം എന്നതിലും തർക്കമില്ല.